ഇതിൽ ഇതേപോലെ തന്നെ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ കുറേ ഇതുണ്ട് കണ്ട സോളിഡ് കളറ് ഗ്രേഡിയൻറ്റ് പാറ്റേൺ. നമ്മളിപ്പോൾ പറഞ്ഞ ഗ്രേഡിയൻറ്റ് നമുക്ക് സെപ്പറേറ്റ് ലെയർ ആയിട്ട് വരും. മറ്റേത് ഉള്ളിൽ എഫക്ട്സ് ആയിട്ടാണ് വന്നത്, ഇത് സെപ്പറേറ്റ് ലെയർ ആയിട്ട് വന്നു കണ്ട ഈ ലെയർ ആയിട്ട്. നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കളർ വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. മറ്റേ ഗ്രേഡിലുള്ള എല്ലാ സെറ്റിങ്സും ഇതിലും ഉണ്ടാവും. അതേപോലെ തന്നെ പാറ്റേൺ നമ്മളതിൽ കണ്ട അതേപോലെ തന്നെ പാറ്റേൺ നമുക്ക് ലെയർ ആയിട്ട് കിട്ടും. ഫസ്റ്റുള്ളത് സോളിഡ് കളറ്, അത് നമ്മൾ കളർ സിംഗിൾ കളറായിട്ട് കൊടുക്കുന്നത്. അതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് കുറേ ഉണ്ട് ഇതിൽ, ലെവല് കർവ്. നമുക്കത് ഈ ഒരു ഇമേജിൻ്റെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയും. ഇപ്പോൾ ഈഫൽ ടവറിൻ്റെ ഒരു പിക്ചർ എടുത്തു, അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ വരാൻ പറഞ്ഞാൽ ഇമേജിൽ പോയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിന് കുറേ മെനൂസ് ഉണ്ട്, ലെവല് കർവ്സ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതേ സാധനം തന്നെയാണ് ഇവിടെയുള്ളത്. അല്ല ലെവല് കർവ് കളർ ബാലൻസ് ഒക്കെ ഉണ്ടല്ലേ, അല്ലെങ്കിൽ ഹ്യൂ സാച്ചുറേഷൻ ഒക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇതേ സാധനം തന്നെയാണ്. എന്താ വ്യത്യാസം പറഞ്ഞാൽ ഇതിൽ ലെവൽ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ഫിക്സായി. പക്ഷെ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റീ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലെവൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു, ലെവലിൽ പോയിട്ട് ലെവൽ ക്ലിക്ക് ചെയ്താൽ അങ്ങനെ ആയിരിക്കും വരിക. അതിൻ്റെ ഷോർട്ട് കട്ട് കൺട്രോൾ പിടിച്ചിട്ട് എല്ലിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ലെവൽ വരും. ഓക്കെ, ഇനി ഞാൻ ലെവലിൽ ഇങ്ങനെ രണ്ട് നീഡിൽസ് ഉണ്ടാവും, മൂന്നെണ്ണം ഉണ്ടാവും. ഇത് വന്നിട്ട് ബ്ലാക്ക്, ഇത് ഗ്രേ, ഇത് വൈറ്റ്. ഇപ്പോൾ ഗ്രേ കളർ നമ്മളിങ്ങനെ നീക്കി കഴിഞ്ഞാൽ അതിൻ്റെ കളറിൻ്റെ ബ്രൈറ്റ്നെസ്സിൽ വ്യത്യാസം വരും. ഉണ്ടാ ചില ഫോട്ടോസ് നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒന്ന് ബ്രൈറ്റ് ചെറുതായിട്ട് മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പം എന്തായി, നല്ല ബ്രൈറ്റായി. കുറച്ച് ബ്ലാക്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക, വൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പം എന്തായി, ഒരുമാതിരി ബ്ലീച്ചായ ഒരു കളറായി. അപ്പോൾ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇമേജിനനുസരിച്ച് ചെറുതായിട്ട് ടച്ച് ചെയ്യുക, ഒരുപാട് ടച്ച് ചെയ്യരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ്, ബ്രൈറ്റ്നെസ് ഒരുപാടായി. ഒരാൾ പാകത്തിന് ചെയ്യുക. ഇത് ആൾറെഡി ലെവലൊക്കെ സെറ്റ് ചെയ്ത പിക്ചർ ആയതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ റഫായിട്ട് അധികം ഫോട്ടോ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് എങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ അതിന് കുറച്ച് ബ്രൈറ്റ്നെസ് കൂട്ടണം പറയുന്നത് ലെവൽ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഈ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിലൊക്കെ അതാ ചെയ്യണത്. ഈ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ ചെയ്യില്ലേ, അതിൽ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ ഓരോ സിറ്റുവേഷനിൽ ചില ടൈപ്പിൽ ഓരോ ഫ്ലാഷ് ആയിരിക്കും വരുന്നത്. അപ്പോൾ എല്ലാം കൂടി എല്ലാം ഒരു ഒറ്റ ഇതിൽ വരുമ്പോൾ അവർ ഓരോ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യും. അതേപോലെ കളർ കറക്ഷൻസ് ഒക്കെ ചെയ്യും അതിൽ, അത് ഇത് ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ രണ്ട് ഇതെടുത്തു, ഒരു കൺട്രോൾ ചേർത്ത് ഒരു ലെയർ കൂടി എടുത്തു. ഇതിൽ ഞാൻ കൺട്രോൾ എല്ലാം അടിച്ചിട്ട് ലെവൽ ഇതങ്ങനെ ബ്ലീച്ച് ആക്കി ഓക്കെ കൊടുത്തു. ഏത് പുതിയ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയറിൽ. ഓക്കെ, ഇതേപോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടി താഴത്തെ ലെയറിൽ നിന്ന് എടുക്കണം. ഇതിനെ ലെയർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇത് എവിടെ ചെയ്യണം, അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിട്ട് ലെവൽ ഇതേപോലെ അതിനെ ബ്ലീച്ചാക്കി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാനുള്ള ലെയറല്ലേ, അതിലെനിക്ക് പഴയ പോലെ ഇനി ആക്കിയെടുക്കാൻ പറ്റില്ല, കാരണം അതിന് സെറ്റായി. പഴയ പോലെ ആക്കണമെങ്കിൽ കൺട്രോൾ സെറ്റ് അടിച്ച് ബാക്ക് പോകണം. അതിനിടയ്ക്ക് എന്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടോ അതൊക്കെ പോകും. അപ്പോൾ ഇതിൽ നേരെ മറിച്ച് ഈ ലെയറിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ ലെയറിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ലെവൽ വരും. നമുക്ക് വേണമെങ്കിൽ വീണ്ടും പഴയ പോലെ റിട്ടേൺ തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ലെവർ വേണ്ട, കേട്ടാ, പഴയ പോലെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ മറ്റേ ഫോട്ടോഗ്രാഫി ചെയ്യണവരൊക്കെ നേരിട്ട് തന്നെ അപ്ലൈ ചെയ്യും. നമ്മൾ എന്തെങ്കിലും ചെറിയ പോസ്റ്ററൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ്, എന്തെങ്കിലും എറർ വന്നു പഴയ പോലെ ഒന്നും കൂടെ റിട്ടേൺ എടുക്കണം പറഞ്ഞാൽ ഇതിൽ ചെയ്താൽ ലെയറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാം. നേരിട്ട് പോയി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റില്ല, ബ്ലീച്ച് ആയത് ചെയ്ത് തന്നെയാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അതേപോലെ തന്നെ ഇതിൽ കർവ്
അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിലിപ്പോൾ എങ്ങനെ ഇതിലെ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലെയർ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തതിന് താഴെ എത്ര ലെയർ ഉണ്ടോ അതൊക്കെ ഇത് ബാധിക്കും. ഇപ്പം ഞാനിതിൽ 2-3 ഫോട്ടോസ് ഇട്ട് കാണിച്ചു തരാം. താജ്മഹൽ ഈഫൽ ടവറിന് കാണിച്ചു തരാം. ഒരു A4-ൻ്റെ ഒരു ലെറ്റർ എടുത്തു. ഈഫൽ ടവറിനെ വലിച്ചിട്ടു, താജ്മഹലിനെ വലിച്ചിട്ടു. രണ്ടിനെയും ഓക്കെ. ഞാൻ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിട്ട് ലെവല് ഇരുട്ടാക്കി. ഓക്കെ, താജ്മഹലാണ് ഇരുട്ടായത് അല്ലേ? താജ്മഹലിനെ ഓഫാക്കി. അപ്പം എന്തായി? ഈഫൽ ടവറും ഇരുട്ടായി. കാരണം അതിൻ്റെ മുകളിലാണ് ലെയർ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഈഫൽ ടവറും താജ്മഹലും രണ്ടും ഒരുമിച്ച് ഇരുട്ടായി. ഞാൻ ഈഫൽ ടവറിന് ഒരു ലെയർ മാസ്ക് കൊടുക്കാം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി. അല്ല, താജ്മഹൽ സെലക്ട് ചെയ്ത് താജ്മഹലിന്, എന്നിട്ട് താഴെ ലെയർ മാസ്ക് കൊടുത്തു. അപ്പോൾ പകുതി ബാക്കിലുള്ളത് കാണുന്നുണ്ട്, പകുതി താജ്മഹൽ കാണും. രണ്ട് ലെയറാണ്. ഞാൻ ഇതിൽ ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ലെയറിനെ ഒരുമിച്ചാണ് ബാധിക്കണത്. കണ്ടാ? എനിക്ക് താജ്മഹൽ മാത്രം ബാധിച്ചാൽ മതി, വേറെ എന്ത് ചെയ്യേണ്ടി വരും? ഇതിനെ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുക. ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ താജ്മഹലിൽ മാത്രമേ ആ ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ് ബാധിക്കുള്ളൂ. ഇതിനെന്താണ്? ഈഫൽ ടവറിന് ബാധിക്കില്ല. ഓക്കെ, കണ്ടാ? ഇതിൽ ഞാൻ എന്ത് ചേഞ്ചസ് വരുത്തിയാലും താജ്മഹൽ മാത്രമേ ബാധിക്കുള്ളൂ. നേരെ മറിച്ച് ഞാൻ ക്ലിപ്പിംഗ് മാസ്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ Ctrl+Alt+G അടിച്ചു. ഇപ്പം എന്തായി? അതേ സംഭവം ഈഫൽ ടവറിന് ബാധിച്ചു. ചിലപ്പോൾ രണ്ടും നമുക്ക് യൂസ് ആവും, ചിലപ്പോൾ ഒരെണ്ണം മാത്രം വർക്കാവും. അങ്ങനെ ക്ലിപ്പിംഗ് മാസ്ക് ഏതിന് കൊടുക്കുക? ഈ എഫക്റ്റ്, അത് എഫക്റ്റ് അല്ല, ആ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്നാണ് പറയുക അതിന്. വേണ്ട, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്നതിന്. ഇതിപ്പോൾ ലെവൽ മാത്രമേ ഞാൻ കാണിച്ചുള്ളൂ. ഇതേപോലെ കർവ്, കളർ ബാലൻസ്, ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, ഇതൊക്കെ സെപ്പറേറ്റ് ലെയർ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ കർവിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കർവ് ഇതാ, എങ്ങനെയാണ് കർവ് വരിക. നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ട കർവ് സെപ്പറേറ്റ് ലെയർ, ഇത് ലെവൽ ലെയർ. അതേപോലെ ഇനി നമുക്ക് കളർ ബാലൻസിൻ്റെ ലെയർ, കളർ ബാലൻസ് ഉണ്ട്. ഇതങ്ങനെ ഓക്കെ കൊടുത്തതിന് വേണ്ട, നമുക്ക് ആവശ്യമില്ല പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഹൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ.